എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നാഷണൽ ഹെറാൾഡ് കേസ് വളരെ വിചിത്രമാണെന്ന് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി. സോണിയയ്ക്ക് വേണ്ടി പ്രത്യേക കോടതിയിൽ ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വിയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. മറ്റു ഓഹരി ഉടമകളുടെ മരണശേഷം യങ് ഇന്ത്യൻ കമ്പനിയുടെ ഉടമകൾ സോണിയയും മകൻ രാഹുലും ആയിരുന്നെന്നും പൂർണ്ണ നിയന്ത്രണം അവർ നേടിയെന്നും സിംഗ്വി പറഞ്ഞു. യങ് ഇന്ത്യൻ കമ്പനിയിൽ 76% ഓഹരികൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൈവശം വച്ചിരുന്നുവെന്നും 90 കോടി രൂപയുടെ വായ്പയ്ക്ക് പകരമായി AJLന്റെ ആസ്തികൾ വ്യാജമായി കൈവശപ്പെടുത്തിയെന്നും ED ആരോപിക്കുന്നു. എന്നാൽ AJLന്റെ കടബാധ്യത ഇല്ലാതാക്കാനാണ് ഈ നടപടിക്രമം നടത്തിയതെന്ന് സിംഗ്വി പറഞ്ഞു. ഓരോ കമ്പനിക്കും നിയമപ്രകാരം അവകാശമുള്ളതാണ് ഇവിടെയും സംഭവിച്ചത്. വിവിധ മാർഗങ്ങളിലൂടെ കമ്പനികളെ കടത്തിൽ നിന്ന് മുക്തമാക്കുന്നു. അതിനാൽ കടം ഒഴിവാക്കുകയും അത് മറ്റൊരു സ്ഥാപനത്തിന് കൈമാറുകയും ചെയ്യുന്നു. അങ്ങനെ കമ്പനി കടബാധ്യത ഇല്ലാത്തതാകുന്നു, സിംഗ്വി കോടതിയിൽ വ്യക്തമാക്കി. യങ് ഇന്ത്യൻ ലാഭേച്ഛയില്ലാത്ത കമ്പനിയാണ്. ഇതിനർത്ഥം ലാഭവിഹിതം, ആനുകൂല്യങ്ങൾ, ശമ്പളം, ബോണസ് എന്നിവ നൽകാൻ കഴിയില്ല എന്നതാണ്. അവർ കോൺഗ്രസുമായി ബന്ധമുള്ള ആളുകളാണ്. കോൺഗ്രസുമായി ബന്ധമില്ലാത്ത ഒരു സ്ഥാപനത്തിൽ നാഷണൽ ഹെറാൾഡ് നിലനിർത്തുന്നത് പ്രിൻസ് ഓഫ് ഡെൻമാർക്ക് ഇല്ലാത്ത ഹാംലെറ്റ് നാടകം പോലെ ദുരന്തകഥ ആകുമായിരുന്നു, സിംഗ്വി പറഞ്ഞു. EDക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു വാദം പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് സിംഗ്വി പ്രതിവാദം ആരംഭിച്ചത്. ഇത് ശരിക്കും വിചിത്രമായ കേസാണ്. വിചിത്രം എന്നതിനേക്കാൾ അത്ഭുതകരം. ഇത് കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപിക്കപ്പെടുന്ന കേസാണ്. എന്നാൽ വസ്തുവകകളില്ലാതെ, സ്വത്തിൻ്റെ ഉപയോഗമോ ഇല്ലാതെയെന്നും സിംഗ്വി വാദിച്ചു. നാഷണൽ ഹെറാൾഡ് പത്രം പ്രസിദ്ധീകരിച്ചിരുന്ന അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് 2000 കോടി രൂപയിലധികം മതിപ്പുള്ള വസ്തുവകൾ ഗൂഢാലോചനയിലൂടെ മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സ്വന്തമാക്കിയതായാണ് കേസ്. അന്തരിച്ച കോൺഗ്രസ് നേതാക്കളായ മോത്തിലാൽ വോറ, ഓസ്കാർ ഫെർണാണ്ടസ്, സുമൻ ദുബെ, സാം പിട്രോഡ, സ്വകാര്യ കമ്പനിയായ യങ് ഇന്ത്യൻ എന്നിവരെയും പ്രതികളായി ചേർത്തിട്ടുണ്ട്. കുറ്റപത്രത്തിൽ സോണിയാഗാന്ധി 1-ാം പ്രതിയും രാഹുൽ ഗാന്ധി 2-ാം പ്രതിയുമാണ്.